ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, പിന്നീട് അന്നേ ദിവസം ഓരോ അനുഗ്രഹത്തെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള വചനം, ആ വചനത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ ആവശ്യപ്പെട്ടുള്ളത്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിലെ 102 അധ്യായമായിട്ടുള്ള അത്തകാസുർ എന്ന് പറയുന്ന അധ്യായത്തിലെ 8ാമത്തെ വചനമാണ് ഇത്. തീർച്ചയായും മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ച് ചോദിക്കും എന്നാണ്. അതാണ് സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. പിന്നീട് ആ ദിവസത്തിൽ പരലോകത്ത് വെച്ചിട്ട് അനിൻ നഈം എന്നാണ്, സുഖാനുഭവങ്ങൾ. അതിനെ സംബന്ധിച്ച് തീർച്ചയായും നിങ്ങൾ ഓരോ വ്യക്തികളും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, ചുരുക്കത്തിൽ പറയാനുള്ളത്, സഹീഹ് മുസ്ലിമിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനം വന്നിട്ടുണ്ട്. ആ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് സഹോദരങ്ങളെ, മഹാനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പുറത്തിറങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖിനെയും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ കാണുകയാണ്. ഈ സംഭവം സഹീഹ് മുസ്ലിമിൽ 2038 നമ്പർ വചനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖറജ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഔ ലൈലത്തിൻ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി പുറപ്പെട്ടു. ഫൈദാഹു അബി ബക്രിൻ വ ഉമറ, അപ്പോഴതാ അബൂബക്കറും ഉമറും അവിടെയുണ്ട് റളിയല്ലാഹു അൻഹുമാ. ഫഖാല, റസൂൽ ചോദിച്ചു, മാ അഖ്റജകുമാ മിൻ ബുയൂതികുമാ ഹാദിഹി സ്സാഅ, ഈ സമയത്ത് എന്താണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരാനുള്ള കാരണം? ഖാല, അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, അൽ ജൂഉ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ വിശപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, ഖാല വ അന വല്ലദീ നഫ്സി ബിയദിഹി ലഅഖ്റജനിയല്ലദീ അഖ്റജകുമാ, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങാനുള്ള കാരണം, നിങ്ങൾ എന്തൊന്നാണോ നിങ്ങൾ പുറത്തു വരാനുള്ള കാരണം അത് തന്നെയാണ്. അങ്ങനെ കൂമു, നിങ്ങൾ എഴുന്നേൽക്കൂ എന്ന് പറയേണ്ടായി. അങ്ങനെ അവർ 3 പേരും പോവുകയാണ്. ഫഅതാ റജുലുൻ മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വീടിനടുത്തെത്തി. ഫഇദാ ഹുവ ലൈസ ഫീ ബൈതിഹി, പക്ഷേ ആ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഫലമ്മാ റഅതുഹുൽ മർഅതു, അപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീ, അതായത് ആ അൻസാരിയുടെ ഭാര്യ അവരെ കണ്ടപ്പോൾ, ഖാലത്ത് മർഹബൻ വ അഹ്ലൻ, ആ സഹോദരി പറയണ്ടായി, മർഹബൻ വ അഹ്ലൻ, നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം വരുവിൻ എന്ന് പറയണ്ടായി. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐന ഫുലാൻ, അപ്പോൾ റസൂൽ ചോദിച്ചു, എവിടെയാണ് നിങ്ങളുടെ ആളെവിടെയാണെന്ന് ചോദിച്ചു. ഖാലത്ത് ദഹബ യസ്തഅദിബു ലനാ മിനൽ മാ, അദ്ദേഹം ഞങ്ങൾക്ക് വെള്ളം, ശുദ്ധവെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സന്ദർഭത്തിൽ ഇത് ജാ അൽ അൻസാരിയു, അൻസാരി കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വന്നപ്പോൾ ഫനളറ ഇലാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്വാഹിബൈഹി, അള്ളാഹിൻ്റെ റസൂലിലേക്ക് അദ്ദേഹം നോക്കുകയാണ്, റസൂലുള്ളാഹിൻ്റെ 2 കൂട്ടുകാരിലേക്ക് നോക്കുകയാണ്. സുമ്മക്കാൽ, എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് അടിവരയിട്ട് മനസ്സിലാക്കുക. എന്താ പറയുന്നത്? അൽഹംദുലില്ലാ മാ അഹദുൻ അൽ യൗമ അക്റമ അളിയാഫം മിന്നി, അൽഹംദുലില്ലാ, സർവസ്തുതികളും പരിശുദ്ധനായ റബ്ബിനാണ്. മാ അഹദുൻ അൽ യൗമ, ഇന്ന് ഒരാളുമില്ല, അക്റമ അളിയാഫം മിന്നി, ഇങ്ങനെ ഏറ്റവും നല്ല അതിഥികളെ ലഭിച്ചിട്ടുള്ള ഒരാൾ എന്നെപ്പോലെ ആരും ഉണ്ടാവുകയില്ല, അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹം പോയി
അദ്ദേഹം വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഫജാഅഹും ബിഇദ്ഖിൻ ഫീഹി ബുസ്റുൻ വതംറുൻ വറുതബുൻ, ഈത്തപ്പനയുടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കൊല കൊണ്ട് കൊണ്ടുവന്നു. അപ്പം അതിൽ കാരക്കുണ്ട്, ഇങ്ങനെ കുറച്ച് പഴുത്തുണ്ട്, പൂർണ്ണമായി ഈത്തപ്പഴം എന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ല പഴമുണ്ട്. അപ്പോൾ പിന്നെ ഈ 2-3 അവസ്ഥയിലുള്ള ഒരു കൊലയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു കുലു മിൻ ഹാദിഹി, നിങ്ങളിതൊന്ന് ഭക്ഷിക്കൂ എന്ന് പറയുണ്ടായി. വ അഖദൽ മുദിയത്ത, അങ്ങനെ കത്തിയൊക്കെ എടുത്തു. കത്തിയെടുത്തപ്പോൾ റസൂല പറഞ്ഞു ഇയ്യാക വൽ ഹലൂബ്, നീ കറക്കുന്ന പാലിനെ പാല് കറക്കുന്ന ആടിനെ അറുക്കണ്ട എന്ന് പറയണ്ടായി. അങ്ങനെ അദ്ദേഹം പോയി ഫദബഹലഹും, അദ്ദേഹം എന്ത് ചെയ്തു, വേറൊരു ആടിനെ അറുത്തു. ഫഅകലൂ മിനശ്ശാത്തി വമിൻ ദാലികൽ ഇദ്ഖി വശരിബൂ, അവർ ആടിനെ കറുത്ത് വേവിച്ച് അതൊക്കെ അവർ കഴിക്കുകയാണ്. അങ്ങനെ വെള്ളം കുടിച്ചു, ഈ ഈത്തപ്പഴമൊക്കെ കഴിച്ചു. ഫലമ്മ അൻഷബിഉ വറവു, അവരുടെ വിശപ്പൊക്കെ മാറി, ദാഹമൊക്കെ മാറി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലി അബീ ബക്രിൻ വ ഉമറ, അപ്പോൾ റസൂലുള്ള അബൂബക്കറിനോടും ഉമറിനോടും പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ലതുസ്അലുന്ന അൻ ഹാദൻ നഈമി യൗമൽ ഖിയാമ, ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നത്, നിങ്ങൾ പുറത്തു കിടക്കാനുള്ള കാരണം അൽ ജൂ, വിശപ്പാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. സുമ്മലം തർജിഉ ഹത്താ അസ്വാബകും ഹാദൻ നഈം, പിന്നീട് നിങ്ങൾ ഈ അനുഗ്രഹം അനുഭവിക്കാതെ നിങ്ങൾ മടങ്ങുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അള്ളാഹു ചോദിക്കും എന്നാണ്. ഇതാണ് ഈ സംഭവം സഹോദരങ്ങളെ. അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടെ ഈ സംഭവം വേറെ ഹദീസ് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ അനുഗ്രഹം, ഈ ഒരു സുഖം, ഇതിനെക്കുറിച്ച് അള്ളാഹു തആല ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമായി പറയാം. ഇവിടെ ഒരു ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് ഈ സന്ദർഭത്തിൽ. അത് ഇമാം തിർമിദി 2417 നമ്പർ വചനമായിട്ട് അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊടുക്കുന്ന വചനമാണ്. അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതെന്താ, ഒരു അനുഗ്രഹം അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഓരോ മനുഷ്യരും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നന്ദി കാണിക്കണം. ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്നിട്ട് ഈ വചനം മനസ്സിലാക്കുക, സുനനു തിർമിദിയിലുള്ള വചനം. അതെന്താ, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരി, ഖിയാമത്ത് നാളിലെ അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യാതെ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ലാ തസൂലു ഖദമ അബ്ദിന, ഒരടിമയുടെ 2 കാൽപാദങ്ങളും അങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്ന, അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹത്താ യുസ്അൽ, ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. അൻ ഉംരിഹി ഫീമ അഫ്ന, അവൻ്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു. വ അൻ ഇൽമിഹി ഫീമ ഫഅൽ, അവൻ്റെ വിജ്ഞാനം എങ്ങനെ പ്രവർത്തിച്ചു, വിജ്ഞാനം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത്. വ അൻ മാലിഹി, അവൻ്റെ സമ്പത്ത് മിൻ ഐന ഇക്തസബ വഫീമ അംഫക, എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു. വ അൻ ജിസ്മിഹി, അവൻ്റെ ശരീരം ഫീമ അബലാഹു, അതെങ്ങനെ എന്തിനൊക്കെയാണ് ചെയ്തത്, പ്രവർത്തിച്ചത്, വിനിയോഗിച്ചത് എന്ന് ചോദിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ആയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിനെ മഹാന്മാരായ മുഫസ്സിറുകൾ, അതായത് സ്വഹാബികളും താബിയങ്ങളും അതിന് നൽകിയിട്ടുള്ള അർത്ഥം ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് സൂചിപ്പിക്കാം. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്നുള്ള വചനത്തെക്കുറിച്ച് ആ പ്രസിദ്ധനായ മുഫസ്സിറും താബിഈ പണ്ഡിതനുമായിട്ടുള്ള ഇമാം മുജാഹിദ് എന്താ പറയുന്നത്, അൽ അംനു വസ്സിഹതു. ഇമാം തബരിയുടെ തഫ്സീറിൽ നമുക്ക് കാണാം, നിർഭയത്വവും ആരോഗ്യവും. അതായത് നമുക്കൊരു നിർഭയത്വം, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തുള്ള ആ നിർഭയത്വം നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അവിടെ യുദ്ധമില്ല, പ്രശ്നമില്ല, കലാപങ്ങളില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യം. അതിനെക്കുറിച്ചൊക്കെ അതിന് അനുസരിച്ച് നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ടോ, അതല്ല മഹാ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ നന്ദികേടാണോ കാണിച്ചത് എന്നുള്ളതാണ്. അതുപോലെ ആരോഗ്യം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് സുമ്മല
ലയുസ്അലുന്ന യൗമഇദിൻ അമ്മാ അൻഅമ അല്ലാഹു ബിഹിം അലൈഹിം മിമ്മാ വഹബ ലഹും മിനസ് സമഇ വൽ ബസരി വസിഹത്തുൽ ബദൻ. അതായത് കേൾവി, കാഴ്ച, ശാരീരികമായിട്ടുള്ള ആരോഗ്യം, ഇതിനൊക്കെ കുറിച്ചൊക്കെ ചോദിക്കും എന്നുള്ളതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഇത് നൽകുന്ന അർത്ഥം സിഹത്തുൽ അബ്ദാനി വൽ അസ്മാഇ വൽ അബ്സ്വാർ, ശരീരത്തിൻ്റെ അതുപോലെ കേൾവി, കാഴ്ച, ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല എന്നുള്ള വചനം, ആ വചനം പ്രത്യേകം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവും ഇതൊക്കെ തന്നെയും ചോദ്യം ചെയ്യപ്പെടും എന്ന സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം 36-ാമത്തെ സൂക്തമാണത്. മഹാനായ ഇമാം അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നത് അൽ ആഫിയ, ആരോഗ്യം, സുഖം, ഇതൊക്കെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ടോ അനുഗ്രഹങ്ങളുടെ പേരിൽ? അതല്ല പിന്നെയും നമ്മൾ പിശാച്ചിൻ്റെ ദുർബോധനങ്ങൾക്ക് വശംവദനായിട്ട് നന്ദികേട് കാണിച്ചിരിക്കുകയാണോ എന്ന് നിരന്തരം ചിന്തിക്കുക, നന്ദിയുള്ളവരായി മാറുക. നന്ദി എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള നന്ദിയാവണം എന്നുകൂടെ ഓർക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.